വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ഇത്ര സ്പെഷ്യലാവാൻ കാരണങ്ങൾ ഒരുപാടുണ്ടല്ലേ. വീക്കെൻഡിൽ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമായതുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് ഫുഡിലേക്ക് വലിയ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്ന് പള്ളിയിൽ വെച്ച് കുട്ടികൾക്ക് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. ക്ലീനിങ് കാര്യങ്ങളും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരിടം വരെ പോകണമെന്നകത്താണ് ഇരിക്കുന്നത്. മറ്റെവിടെയല്ല, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും എൻ്റെ മോൻ്റെ ഫ്രണ്ടും അതിലുപരി എൻ്റെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള ആളെ കാണാൻ പോവാണ്. സത്യത്തിൽ ജീവിതം ഏകദേശം 30കളിലെത്തുമ്പോൾ നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരു ഫ്രണ്ടെങ്കിലും വേണം. ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ സങ്കടങ്ങളും മറ്റു ചിലപ്പോൾ സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ഉണ്ടാവുന്നത് ഒരു വലിയ ക്രെഡിറ്റും സമ്പാദ്യവും കൂടിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇത്. എന്തോ ഭാഗ്യം കൊണ്ടാണോ ഞങ്ങളുടെ സ്വഭാവഗുണം കൊണ്ടാണോ എന്നറിയില്ല, ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോകാൻ റെഡി ആവുകയാണെന്ന് വെച്ചാൽ ഈ പണി ഒരിക്കലും തീരില്ല കേട്ടോ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പോകാം, പണി തീർത്തിട്ട് പോകാമെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കുകയില്ല. എത്രയൊക്കെ ചെയ്താലും കൺമുന്നിൽ കാണാത്ത ഒരു പണിയാണ് വീട്ടുപണി. ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വൈഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു തോന്നൽ. തട്ടകത്തിലിറങ്ങിയ മോചനമില്ലാത്ത ഒന്നാണ് ഇത്. ഞങ്ങൾ ഇടുക്കി ആയതുകൊണ്ട് തന്നെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയാലും ആസ്വദിക്കാനും കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈം മതിയാവാത്ത പ്രശ്നമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഫ്രണ്ട് വീട്ടിലെത്തി. അവിടെ ചെന്ന് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഫ്രണ്ടും എൻ്റെ മോൻ്റെ ഫ്രണ്ടും ഒരു വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊടി തട്ടി പോരേണ്ട കാര്യമൊന്നുമില്ല. വളരെയധികം റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ വിട്ട് പോരാറുള്ളൂ. പോകുന്ന വഴികളിലൊക്കെയും അത്രമേൽ ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ആസ്വദിച്ച കുട്ടിക്കാലം അതുപോലെ തന്നെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നടന്നും കളിച്ചും ഇങ്ങനെ പോകുന്നത് മക്കൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എവിടെയൊക്കെയോ പോയ ആ നല്ല കാലങ്ങളെ ഇനിയെങ്കിലും കഴിയുന്ന പോലെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് പരമാവധി. ഏകദേശം മൂന്നാറിനടുത്തായത് കൊണ്ടാണോ എന്നറിയില്ല, ചുമ്മാ നടന്നാലും മൂന്നാറിൻ്റെ ഫീലാണ് ഇവിടെ. സമയം കിട്ടുമ്പോഴൊക്കെ മക്കളെ കൂട്ടി ചുമ്മാ ഞാൻ നടക്കാൻ ഇറങ്ങാറുണ്ട്. തിരക്കും പണികളും പഠിത്തവും മാത്രമായിട്ടുള്ള അവരുടെ ലൈഫും എൻ്റെ ലൈഫും കുറച്ച് കളർഫുള്ളാക്കാനാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാനാണ് എനിക്കിഷ്ടം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൺഡേ വൈബ് ഇവിടെ തീരുകയാണ്.